Theorem 13, countable additivity over domains of integration. Let x and mu be a measure space. The function f be integrable over x and sequence xn n equal to 1 to infinity, a disjoint countable collection of measurable sets whose union is x. Then integral over x f d mu equal to summation n equal to 1 to infinity integral over xn f d mu. നമുക്ക് തന്നിരിക്കുകയാണ് f ഇന്റഗ്രബിൾ ആണ്, x ഈക്വൽ ടു യൂണിയൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി xn ആണ്, സീക്വൻസ് xn ഡിസ്ജോയിന്റ് കളക്ഷൻ ആണ്. അപ്പൊ നമുക്ക് ഇന്റഗ്രൽ ഓവർ യൂണിയൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി xn f d mu അതാണ് ഈ ഇന്റഗ്രൽ ഓവർ x f d mu കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഈക്വൽ ടു സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ ഓവർ xn f d mu എന്ന് ഷോ ചെയ്യണം. നമ്മള് ഈ യൂണിയൻ, അതായത് ഇപ്പൊ എ യൂണിയൻ ബി ആയിരുന്നെങ്കിൽ, അതായത് ഫൈനൈറ്റ് യൂണിയൻ ആയിരുന്നു നമ്മുടെ ഡൊമൈൻ എങ്കിൽ, നമ്മൾ അതിനെ സം ഓഫ് കറസ്പോണ്ടിങ് ഇന്റഗ്രൽസ് ഇന്റഗ്രൽ ഓവർ എ പ്ലസ് ഇന്റഗ്രൽ ഓവർ ബി എന്ന് എഴുതാവുന്ന നമ്മൾ കണ്ടതാണ്. ഇത് കൗണ്ടബിൾ കളക്ഷൻ ഓഫ് സെറ്റുകളുടെ യൂണിയൻ ആയിട്ട് ഡൊമൈൻ വന്നാല് ഇന്റഗ്രൽസ് സ്പ്ലിറ്റ് ചെയ്യാം എന്ന് പറയുന്ന തിയറമാണ് തിയറം 13. പ്രൂഫ് നോക്കാം. നമുക്ക് ഷോ ചെയ്യേണ്ടത് ഇന്റഗ്രൽ ഓഫ് യൂണിയൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി xn f d mu is equal to summation n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ ഓവർ xn f d mu എന്നാണ്. പ്രൂഫ് നോക്കാം. നമുക്ക് f ഇന്റഗ്രബിൾ ആണെന്ന് തന്നിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മുടെ റിസൾട്ട് പ്രൂവ് ചെയ്യാം. അപ്പൊ എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് സപ്പോസ് ചെയ്തു. നമ്മളൊരു പുതിയ ഫംഗ്ഷൻ സീക്വൻസ് ഡിഫൈൻ ചെയ്യുവാണ്. എഫ് എൻ ഈക്വൽ ടു എഫ് ഇൻറ്റു കൈ എക്സ് എൻ. നമുക്ക് എക്സ് ഈക്വൽ ടു യൂണിയൻ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എക്സ് എൻ എന്നാണ് തന്നിരിക്കുന്നത്. അതിലെ എക്സ് എൻ ആണ് ഇത്. അപ്പൊ ഇതെങ്ങനെ വരും നോക്കാം. എഫ് എൻ ഓഫ് എക്സ് എങ്ങനെ വരും? ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയിരിക്കും. എക്സ് ബിലോങ്സ് ടു എക്സ് എൻ ആണെങ്കിൽ കൈ എക്സ് എൻ 1 ആവുന്നത് കൊണ്ട്. എക്സ് നോട്ട് ബിലോങ്സ് ടു എക്സ് എൻ ആണെങ്കിൽ കൈ 0 ആയി പോകും. therefore എഫ് എൻ ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു 0. ഇനി നമ്മൾ ജി എം എന്ന് പറയുന്ന ഒരു പുതിയ ഫംഗ്ഷൻ സീക്വൻസ് ഡിഫൈൻ ചെയ്യുവാണ്. ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ജി എം ഈക്വൽ ടു എഫ് ഇൻറ്റു കൈ എക്സ് 1 യൂണിയൻ എക്സ് 2 യൂണിയൻ എക്സെട്ര എക്സ് എം. അപ്പോ ഇത് G1 നോക്കാം. G1 എന്ന് പറയുന്നത് എഫ് ഇൻറ്റു കൈ 1 വരും, കൈ എക്സ് 1 വരും. അപ്പൊ x2 ഒരു കറസ്പോണ്ടിങ് എക്സ് എടുത്താല് എഫ് ഇൻറ്റു കൈ എക്സ് 1 എന്നുള്ളത് 0 ആയി പോകും. പക്ഷെ x2 എക്സ് ആയതുകൊണ്ട് എഫ് ഇൻറ്റു കൈ എക്സ് 1 യൂണിയൻ എക്സ് 2 എന്നുള്ളത് എഫ് ഓഫ് എക്സ് ആയിരിക്കും. അപ്പോ എഫ് കൈ എക്സ് 1 is less than or equal to എഫ് കൈ എക്സ് 2 എന്ന് പറയാം. കൈ എക്സ് 2 അല്ല, എഫ് കൈ എക്സ് 1 യൂണിയൻ എക്സ് 2. എഫ് കൈ എക്സ് 1 is less than or equal to എഫ് കൈ എക്സ് 1 യൂണിയൻ എക്സ് 2 എന്ന് പറയും. അതുപോലെ എക്സ് 3 കറസ്പോണ്ടിങ് എക്സ് എടുത്താല് ജി എം ഓഫ് എക്സ് കൺസിഡർ ചെയ്താല് എഫ് കൈ എക്സ് 1 0 ആയിരിക്കും, എഫ് കൈ എക്സ് 1 യൂണിയൻ എക്സ് 2 0 ആയിരിക്കും, എഫ് കൈ എക്സ് 1 യൂണിയൻ എക്സ് 2 യൂണിയൻ എക്സ് 3 1 ആയിരിക്കും. എഫ് ആയിരിക്കും. അപ്പോ G1 ഉം G2 ഉം 0 ആണ്, പക്ഷെ G3 എന്നുള്ളത് എഫ് ഓഫ് എക്സ് ആണ്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും G1, G2, G3 എക്സെട്ര ഈ സീക്വൻസ് എന്ന് പറയുന്നത് ഒരു ഇൻക്രീസിംഗ് സീക്വൻസ് ഓഫ് ഫംഗ്ഷൻ ആണ്. അപ്പൊ therefore sequence GM is a monotone sequence which is increasing. കൂടാതെ എഫ് നമ്മൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള അസംഷനിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. therefore എഫ് ഇൻറ്റു കൈ എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ എഫ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി നമ്മൾ ഈ എഫ് ഇൻറ്റു കൈ എക്സ് 1 യൂണിയൻ എക്സ് 2 യൂണിയൻ എക്സെട്ര എക്സ് എമ്മിനെ നമുക്ക് എഫ് ഇൻറ്റു
chi x1 plus chi x2 plus chi x3 plus chi xm എന്ന് എഴുതാം. അപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് f into chi x1 plus f into chi x2 plus etc. f into chi xm എന്ന് എഴുതാം. f into chi x1 എന്ന് പറയുന്നത് f1 ആണ്. എക്സെട്ര f into chi xm എന്ന് പറയുന്നത് fm ആണ്. അപ്പൊ നമുക്ക് ദിസ് ഇസ് ഈക്വൽ ടു f1 plus f2 plus etc. fm എന്ന് കിട്ടും. അപ്പൊ gm എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. മോണോട്ടോൺ ഇൻക്രീസിംഗ് സീക്വൻസ് ആണ് നമുക്ക് കിട്ടി. f greater than or equal to 0 ആയതുകൊണ്ട് fns എല്ലാം greater than or equal to 0 ആണ്. Therefore, this sum is also greater than or equal to 0. Therefore, gm is also greater than or equal to 0. അപ്പോൾ സീക്വൻസ് gm ഒരു മോണോട്ടോൺ ഇൻക്രീസിംഗ് സീക്വൻസ് ആണ്. അതിന്റെ ലിമിറ്റ് നമുക്ക് g എന്ന് വിചാരിക്കാം. അപ്പൊ ലിമിറ്റ് m ടെൻഡ്സ് ടു ഇൻഫിനിറ്റി gm ആണ് g. gm by definition f1 plus etc. fm ആണ്. Therefore, limit m tends to infinity gm എന്ന് പറഞ്ഞാൽ summation n equal to 1 to infinity fn ആയിരിക്കും. നമുക്ക് summation n equal to 1 to infinity fn f ആണെന്ന് തന്നിട്ടുണ്ട്. അതിന് കാരണം ഇതാണ്. summation n equal to 1 to infinity fn എന്ന് പറയുന്നത് ലിമിറ്റ് m tends to infinity gm ആണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ലിമിറ്റ് m tends to infinity gm എന്ന് പറഞ്ഞാൽ f chi x1 യൂണിയൻ x2 യൂണിയൻ എക്സെട്ര ആണ്. അപ്പൊ നമുക്ക് x1 യൂണിയൻ x2 യൂണിയൻ എക്സെട്ര എന്ന് പറയുന്നത് x ആണെന്ന് നമുക്കറിയാം. അപ്പൊ f into chi x എന്നാവും. f into chi x is same as f. അപ്പോ this limit m tends to infinity gm is f. അപ്പൊ നമുക്ക് g equal to limit m tends to infinity gm equal to summation n equal to 1 to infinity fn, which is same as f എന്ന് കിട്ടി. ഇനി ഇന്റഗ്രൽ g dmu കൺസിഡർ ചെയ്യുക. നമുക്ക് gm സീക്വൻസ് ഓഫ് ഇൻക്രീസിംഗ് ഫംഗ്ഷൻസ് ആയതുകൊണ്ട് ലിമിറ്റും ഇന്റഗ്രലും ഇന്റർചേഞ്ച് ചെയ്യാം. Therefore, integral over x g dmu is equal to limit m tends to infinity integral over x gm dmu എന്ന് എഴുതാം ബൈ മോണോട്ടോൺ കൺവേർജൻസ് തിയറം. ഇനി g എന്ന് പറഞ്ഞാൽ സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി fn ആയിരുന്നു. അത് നമ്മൾ കൊടുത്തു. ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് m ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ ഓവർ x gm എന്നുള്ളത് സമ്മേഷൻ n ഈക്വൽ ടു 1 ടു m fn ആയിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇൻറ്റു dmu. That is equal to limit m tends to infinity summation n equal to 1 to m integral over x fn dmu എന്ന് എഴുതാം. കാരണം ഇന്റഗ്രൽ ഓഫ് ഫൈനൈറ്റ് സം ഓഫ് ഫംഗ്ഷൻസ് ആണ്, ഇന്റഗ്രബിൾ ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് summation n equal to 1 to infinity integral over x fn എന്ന് എഴുതാം by linearity of integrals. So that is equal to limit m tends to infinity summation n equal to 1 to m എന്ന് പറഞ്ഞാൽ നമുക്ക് summation n equal to 1 to infinity എന്ന് എഴുതാം integral over x fn dmu. അപ്പോ integral over x summation n equal to 1 to infinity fn dmu ആണ് നമുക്ക് summation n equal to 1 to infinity integral over x fn dmu എന്ന് കിട്ടിയത്. ഇനി summation n equal to 1 to infinity fn dmu എന്ന് പറയുന്നത് fn എന്ന് പറയുന്നത് f ആയിരുന്നു. നമ്മൾ മുകളിൽ എഴുതിയിട്ടുണ്ട്. സമ്മേഷൻ n equal to 1 to infinity fn ന് പകരം f എന്ന് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്റഗ്രൽ ഓവർ എക്സ് എഫ് dmu എന്ന് ലെഫ്റ്റ് സൈഡ് വരും. അതുപോലെ സമ്മേഷൻ n equal to 1 to infinity ഇന്റഗ്രൽ ഓവർ എക്സ് fn dmu എന്നാണ് നമ്മുടെ റൈറ്റ് സൈഡ്. അപ്പോൾ fn എന്ന് പറഞ്ഞാൽ f into chi xn ആണ്. അപ്പൊ നമുക്ക് അത് കൊടുക്കാം f into chi xn. അപ്പോൾ integral over x f dmu is equal to summation n equal to 1 to infinity integral over x f chi xn dmu എന്ന് കിട്ടും. ഇന്റഗ്രൽ ഓവർ എക്സ് എഫ് chi xn എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓവർ xn f dmu ആണ്. അത് ഡെഫിനിഷൻ ആണ്. ഇന്റഗ്രൽ ഓവർ എക്സ് എഫ് ഇൻറ്റു chi xn dmu എന്ന് പറയുന്നത് സെയിം ആസ് ഇന്റഗ്രൽ ഓവർ xn f dmu ആണ്. അപ്പോ ഇന്റഗ്രൽ ഓവർ എക്സ് എഫ് dmu is equal to summation n equal to 1 to infinity ഇന്റഗ്രൽ ഓവർ xn f dmu എന്ന് കിട്ടും. ഇതാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. അഡിറ്റിവിറ്റി ഓഫ് ഡൊമൈൻസ് ഓവർ ഇന്റഗ്രൽ when
ദ നമ്പർ ഓഫ് സെറ്റ്സ് ഈസ് കൗണ്ടബിൾ. xn എന്നുള്ളത് ഇൻഫിനിറ്റ് എണ്ണം ഉണ്ടെങ്കിൽ ഇന്റഗ്രൽ ഓവർ x1 യൂണിയൻ x2 യൂണിയൻ എക്സെട്ര എന്നുള്ളത് is equal to summation n equal to 1 to infinity integral over xn f d mu എന്നുള്ളത്. അതായത് ഇന്റഗ്രൽ ഓവർ a യൂണിയൻ b f d mu ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ a f d mu പ്ലസ് ഇന്റഗ്രൽ ഓവർ b f d mu എന്നുള്ളത് നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ രണ്ട് സെറ്റുകൾ എയും ബിയും ഉണ്ടായിരുന്നത്. അതിന് പകരം ഇൻഫിനിറ്റ് കൗണ്ടബിൾ കളക്ഷൻ ഓഫ് സെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അഡിറ്റിവിറ്റി ഓവർ ഡൊമൈൻസ് ആണ് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തത്. അപ്പോൾ f ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മുടെ റിസൾട്ട് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഫോർ എനി ഇന്റഗ്രബിൾ ഫംഗ്ഷൻ എഫിന് റിസൾട്ട് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ എഫ് ഈക്വൽ ടു എഫ് പ്ലസ് മൈനസ് എഫ് മൈനസ് എന്നുള്ള റിസൾട്ട് നമുക്കറിയാം. അതുപോലെ ഇന്റഗ്രൽ എഫ് ഇസ് ഡിഫൈൻഡ് ആസ് ഇന്റഗ്രൽ എഫ് പ്ലസ് മൈനസ് ഇന്റഗ്രൽ എഫ് മൈനസ്, ഈ റിസൾട്ട് നമുക്കറിയാം. അപ്പൊ ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നോൺ നെഗറ്റീവ് ഫംഗ്ഷൻസിന് നമ്മൾ പ്രൂവ് ചെയ്തത് വെച്ച് ഇന്റഗ്രൽ എഫ് പ്ലസ് ഈക്വൽ ടു summation n equal to 1 to infinity integral over xn f plus d mu എന്ന് നമുക്ക് എഴുതാം. അതുപോലെ f മൈനസിനും integral over x f minus d mu is equal to summation n equal to 1 to infinity integral over xn f minus d mu എന്ന് എഴുതാം. നമുക്ക് f ഇന്റഗ്രബിൾ ആണ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് f പ്ലസും f മൈനസും ഇന്റഗ്രബിൾ ആയിരിക്കും. നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. അപ്പോ ഇന്റഗ്രൽ f പ്ലസ് ഫൈനൈറ്റ് ആയിരിക്കും ആൻഡ് ഇന്റഗ്രൽ f മൈനസും ഫൈനൈറ്റ് ആയിരിക്കും. എഫ് ഇന്റഗ്രബിൾ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ മോഡ് ഓഫ് ഫൈനൈറ്റ് ആണെന്നുള്ളതാണ്. എഫ് പ്ലസ് എഫ് മൈനസ് നോൺ നെഗറ്റീവ് ആയതുകൊണ്ട് ഇന്റഗ്രൽ എഫ് പ്ലസും ഫൈനൈറ്റ് ആയിരിക്കും, ഇന്റഗ്രൽ എഫ് മൈനസും ഫൈനൈറ്റ് ആയിരിക്കും. അപ്പൊ ഇനി ഇന്റഗ്രൽ ഓവർ എക്സ് എഫ് ടി മ്യൂ കൺസിഡർ ചെയ്തു. ബൈ ഡെഫിനിഷൻ ദാറ്റ് ഇസ് ഇന്റഗ്രൽ എഫ് പ്ലസ് മൈനസ് ഇന്റഗ്രൽ എഫ് മൈനസ് ദാറ്റ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എഫ് പ്ലസിനെ നമുക്ക് സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ ഓവർ xn f പ്ലസ് d mu എന്ന് എഴുതാം. അതാണ് ഫസ്റ്റ് ടേം. ആൻഡ് ഇന്റഗ്രൽ f മൈനസ് d mu നെ സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ ഓവർ xn f മൈനസ് d mu എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് ഈ ഇന്റഗ്രൽസ് ഫൈനൈറ്റ് ആയതുകൊണ്ട് ഇന്റഗ്രൽ എഫ് പ്ലസും ഇന്റഗ്രൽ എഫ് മൈനസും ഫൈനൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ സമ്മേഷനെ കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ഇന്റഗ്രൽ ഫൈനൈറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ എഫ് പ്ലസ് ഡി മ്യൂ വരും. ഓവർ xn ആണിത്. ഇന്റഗ്രൽ ഓവർ xn എഫ് പ്ലസ് ഡി മ്യൂ മൈനസ് ഇന്റഗ്രൽ ഓവർ xn എഫ് മൈനസ് ഡി മ്യൂ എന്നാണ്. ഇനി ഇന്റഗ്രൽ ഓവർ xn എഫ് പ്ലസ് ഡി മ്യൂ മൈനസ് ഇന്റഗ്രൽ ഓവർ xn എഫ് മൈനസ് ഡി മ്യൂ എന്നുള്ളതാണ് ഇന്റഗ്രൽ ഓവർ xn എഫ് ഡി മ്യൂവിന്റെ ഡെഫിനിഷൻ. അപ്പൊ നമുക്ക് ഇന്റഗ്രൽ ഓവർ xn എഫ് ഡി മ്യൂ എന്ന് കൊടുക്കാം. ദാറ്റ് ഇസ് സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ ഓവർ xn എഫ് ഡി മ്യൂ എന്ന് കിട്ടി. ഇന്റഗ്രൽ ഓവർ x എഫ് ഡി മ്യൂ. അപ്പൊ ഇന്റഗ്രൽ ഓവർ x എഫ് ഡി മ്യൂ ഇസ് ഈക്വൽ ടു സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ ഓവർ xn എഫ് ഡി മ്യൂ എന്ന് കിട്ടി. ഇതായിരുന്നു നമുക്ക് കിട്ടേണ്ട റിസൾട്ട്.